ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അയാൾ ചാനൽ ചർച്ചയിലെ അവിഭാജ്യ ഘടകമായിരുന്നു. കുറുക്കിക്കൊള്ളുന്ന മറുപടികൾ നൽകാൻ മിടുക്കൻ, എതിരാളികൾക്കെതിരായ അമ്പുകൾ കൃത്യസമയത്ത് അയക്കാൻ വിദഗ്ധൻ. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുന്നു. 18,715 വോട്ടിന്റെ ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. പക്ഷേ രാഷ്ട്രീയത്തിലെ കണിശതയും വ്യക്തതയും വ്യക്തി ജീവിതത്തിൽ പാലിക്കാത്ത ആളെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല. വലയിൽ വീണവർ, വലയിൽ നിന്നും രക്ഷപ്പെട്ടവർ, തെളിച്ചമുള്ളതും ഇല്ലാത്തതുമായ നിരവധി വെളിപ്പെടുത്തലുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. PC വിശ്വനാഥും M ലിജുവും റോജിയും ഷാഫിയും അടക്കം യുവാക്കളെ മുന്നിൽ നിർത്തി സംസ്ഥാനത്ത് പുതിയൊരു കോൺഗ്രസ് ശക്തി ആത്മവിശ്വാസത്തോടെ ഉയർന്നു വരികയായിരുന്നു. പാർട്ടി നേതൃത്വത്തിലേക്കെത്തിയ സണ്ണി ജോസഫിന് രാഹുലിന്റെ രാജിയില്ലായ്മയെക്കുറിച്ച് പറയാൻ വിയർക്കേണ്ടി വരുന്നു. പരാതിക്കാരിയുടെ കുപ്പായത്തിന് നീളമാണ് പരാതിയുടെ കാമ്പ് നിശ്ചയിക്കുന്നത് എന്ന പ്രതികരണവും ഇന്ന് ജനം തിരഞ്ഞെടുത്ത ഒരു കോൺഗ്രസ് MP യിൽ നിന്നും വന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റേത് ക്രിമിനൽ കുറ്റമാണ്. പരാതിക്കാർ നിയമപരമായി നേരിട്ടാലും ഇല്ലെങ്കിലും കൊടിയുടെ നിറം മാറി മാറി വരും. പക്ഷേ ലൈംഗിക കുറ്റവാളികൾക്ക് നേരെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിന് തീവ്രത കുറവായിരിക്കും എന്നതാണ് അനുഭവം. ജനാധിപത്യത്തെ രക്ഷിക്കാൻ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിയിൽ നിന്നും എത്ര അകലെയാണ് നിയമപരമായ ധാർമ്മികത ഉന്നയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ? ധാർമ്മികതയ്ക്ക് കോടതിയെ കാക്കണോ എന്നതാണ് ചോദ്യം. N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, KC റിയാസുദ്ദീൻ DYFI, V മനുപ്രസാദ് യുവമോർച്ച, അഡ്വക്കേറ്റ് ഷാനിബ അലി അഭിഭാഷക എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. N ശ്രീകുമാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അത് മതി, അത്രയും ധാർമ്മികത മതി എന്നതാണോ കോൺഗ്രസിന്റെ തീരുമാനം? നോക്കൂ സ്മൃതിയുടെ ആ തുടക്കത്തിൽ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറയാനുള്ള കാര്യം ഒരു ട്രാജഡി എന്ന് മാത്രമേ ഉള്ളൂ. അത് സത്യം പറഞ്ഞാൽ അത് കോൺഗ്രസിന് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ട്രാജഡിയാണ്. സ്മൃതി ചോദിച്ചത് ധാർമ്മികതയുടെ ആ ഒരു അളവിനെക്കുറിച്ചാണ്. സംഘടനാപരമായി കോൺഗ്രസിന് ചെയ്യാവുന്ന കാര്യം കോൺഗ്രസ് ചെയ്തു. അത് വൈകിപ്പിച്ചില്ല, അതിന് ബന്ധപ്പെട്ട കമ്മിറ്റി ചേർന്നില്ല, ആലോചനാ യോഗം ചേർന്നില്ല. ഒരു സന്ധ്യയ്ക്ക് വെളിപ്പെടുത്തി പിറ്റേന്ന് ഉച്ചയായപ്പോഴത്തേക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കാനായിട്ട് KPCCയും AICCയും നടപടിയെടുത്തു. അത് ഫലത്തിൽ വന്നു. പിന്നെയുള്ള ഈ ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനത്തെക്കുറിച്ചാണ്. MLA സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത് വിശദീകരിക്കേണ്ടി വരുമ്പോൾ എന്താ MLA സ്ഥാനം രാജിവെക്കുന്നത് ധാർമ്മികതയല്ലെന്നൊരു മറുചോദ്യം വരും. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ് MLA. പാലക്കാട്ട് ജയിച്ചത് UDF ആണ്. അപ്പോൾ UDFൻ്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകരും UDFൻ്റെ അനുഭാവികളും UDFനെ ഇഷ്ടപ്പെടുന്നവരുമാണ് മാങ്കൂട്ടത്തിനെ തിരഞ്ഞെടുത്തത്. CPMോ LDFോ അല്ല. അതുകൊണ്ട് അവിടെ രാജിവെക്കണോ വേണ്ടയോ എന്നത് UDFും കോൺഗ്രസും ആണ് തീരുമാനിക്കേണ്ടത്. സാധാരണക്കാരായ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് അവർക്കൊരു മുഖമില്ലാത്തത് കൊണ്ട് അവർ UDFൻ്റെ അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് രേഖപ്പെടുത്താൻ അടുത്ത തെരഞ്ഞെടുപ്പിനെ പറ്റുകയുള്ളൂ. പക്ഷെ നമ്മുടെ സംവിധാനം അനുസരിച്ചിട്ട് UDFൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു. UDF ആണ് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ വേണ്ടേ എന്നുള്ളത്. LDF അല്ല, കാരണം അവർ തോൽപ്പിക്കാനാണ് ശ്രമിച്ചത്. അവിടെ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും വന്ന കക്ഷികളാണ് രാജി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജിയുടെ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോൺഗ്രസ് ആ കക്ഷികളിലേക്കും വിരൽ ചൂണ്ടുകയാണ്. ഇന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു പ്രസ്താവനയുണ്ട്. പൊതുവികാരം, വിവിധ മേഖലകളിലുള്ള പൊതുവികാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണെന്ന്. അത് അദ്ദേഹം എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല. അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മുകേഷിനെ കുറിച്ച് ചോദിച്ചു, കൊല്ലം MLA. അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് തെളിവില്ലാത്ത കാര്യങ്ങളായിരുന്നു ആരോപണങ്ങളെന്നാണ്. നോക്കൂ സ്മൃതി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കുറ്റപത്രം സമർപ്പിച്ച കേസാണ് കോടതിയിൽ. കുറ്റപത്രം സമർപ്പിച്ച ശേഷമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ എന്നാണ്. ആ സെക്രട്ടറിയാണ് ഇന്ന് പറയുന്നത് പൊതുവികാരം എതിരാണെന്ന്. അപ്പോൾ ഈ പാർട്ടിക്ക് ഒരു നയമുണ്ടോ? CPMന് അവരുടെ എതിരാളികളും അവരുടെ ആളുകളും തമ്മിലുള്ള ഒരേ വിഷയത്തിലുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ എന്തിനാണ് രണ്ട് മുഖം? ശരി, ശ്രീകുമാർ, CPMനെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഒന്നിലധികം കേസുകൾ ചൂണ്ടിക്കാണിക്കാനാകും. പക്ഷേ ശ്രീകുമാർ,
നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ തിരിഞ്ഞു കൊത്തുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ. അങ്ങ് പറഞ്ഞു UDFന്റെ സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ UDFനെ വഞ്ചിച്ചു, കോൺഗ്രസിനെ വഞ്ചിച്ചു എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയൊക്കെയാണ് വഞ്ചിച്ചത്? ഇപ്പോൾ വോട്ട് ചെയ്ത പാലക്കാട്ടെ ജനങ്ങളെ കൂടിയാണല്ലോ. ഈ പറഞ്ഞ 18,700 ചില്ലാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ UDF വിയർപ്പൊഴുക്കിയിട്ടാണല്ലോ. ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ അവിടെ പ്രചാരണത്തിന് വിയർപ്പൊഴുക്കിയിട്ടാണല്ലോ. അവിടെ ഉള്ള ജനം അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടാണല്ലോ, വാക്കുകൾ വിശ്വസിച്ചിട്ടാണല്ലോ. അപ്പോൾ എവിടെയാണ്, ആരെയാണ് വിശ്വസിക്കേണ്ടത് ജനം എന്നുള്ളതിൽ നിങ്ങളൊരു വ്യക്തത വരുത്തണം. നിങ്ങൾക്ക് മാതൃക CPM ആണോ? നിങ്ങൾക്ക് മാതൃക LDF ആണോ? നിങ്ങളോടുള്ള ചോദ്യത്തിന് നിങ്ങൾ ആദ്യം മറുപടി പറഞ്ഞിട്ട് എതിർപക്ഷത്തെ വിമർശിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു വ്യക്തത വരുത്തിയ ശേഷം നമുക്ക് CPMന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടിനെ ചോദ്യം ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. UDF ആണ് തീരുമാനിക്കേണ്ടത്. അത് വളരെ വ്യക്തമായൊരു ഉത്തരമല്ലേ? കാരണം UDF സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത് 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം പറയാൻ UDFനെ അധികാരമുള്ളൂ. അവിടുത്തെ ജനങ്ങളുടെ വോട്ടർമാരുടെ അഭിപ്രായം പറയാൻ LDFനോ BJPക്കോ അവകാശമില്ല. കാരണം UDFനെയാണ് ജനങ്ങളെ തിരഞ്ഞെടുത്തത്. UDF തീരുമാനിക്കണം. അത് സ്മൃതി ചോദിച്ച ചോദ്യമുണ്ട്, രാജ്യം വെക്കണോ വേണ്ടേ? അത് UDF തീരുമാനിക്കണം, കോൺഗ്രസ് തീരുമാനിക്കണം. ആ തീരുമാനം ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ പറയുന്നത്, അവർ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ നൽകുന്ന സൂചന രാജിവെക്കേണ്ട എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട സംവിധാനം കോടതിയാണ്. കാരണം വീണ്ടും ഒരു ജനഹിതത്തിന് പോകാൻ സമയമില്ല, ജനഹിതത്തിന് പോകാനുള്ള മാർഗമില്ല. അതുകൊണ്ട് കോടതി തീരുമാനിക്കണം. അപ്പോൾ കോടതിയിൽ ഈ വിഷയം എത്തിക്കണം. കോടതിയിൽ വിഷയം എത്തിക്കേണ്ടവർ എത്തിക്കട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. വെല്ലുവിളിയുമുണ്ട്. പോലീസിൽ കേസില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ കേസില്ലാതിരിക്കാനുള്ള കളികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ കൂടി സമർത്ഥനാണെന്ന് തെളിയിക്കുകയാണ്. എത്ര ശബ്ദരേഖകളാണ് പുറത്തു വന്നത്, എത്ര ചാറ്റുകളാണ് പുറത്തു വന്നത്. അതിൽ സ്ത്രീയുടെ നിസ്സഹായത കൂടി തെളിയിക്കുന്നുണ്ട്. അതിനെ കോൺഗ്രസ് പാർട്ടി എങ്ങനെ കാണുന്നു എന്ന ചോദ്യമുണ്ട്. ശ്രീകുമാർ. തീർച്ചയായിട്ടും അത് ആ സ്ത്രീകൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ആ സ്ത്രീകളുടെ ഒപ്പമാണ് കോൺഗ്രസ്. ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ടാണല്ലോ സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പറഞ്ഞത് മാധ്യമങ്ങളും പൊതുസമൂഹത്തിലെ നമ്മുടെ ചില സുഹൃത്തുക്കളുമാണ്. ആ പരാതിക്കാരും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് ഒരു എഴുത്തുകാരിയായ ഒരു യുവതിയാണ് ഒരു പേര് പറഞ്ഞത്. പക്ഷെ അവർ വേറെ രീതിയിലാണ് സംസാരിച്ചത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന്, വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് സംസാരിച്ച ഒരു യുവനടി അവർ പോലും പേര് പറഞ്ഞില്ല. മാത്രമല്ല എൻ്റെ നല്ല സുഹൃത്താണെന്ന് പറഞ്ഞു. വേണമെങ്കിൽ അതുമേലൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കാം. പക്ഷേ കോൺഗ്രസ് സമ്മതിക്കുന്നില്ല എന്നതിന്റെ പ്രധാന കാരണം അതുപോലെ സ്ത്രീ ശ്രീകണ്ഠൻ MP എന്ന് പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ. പേര് പറയാതെ ആ കാര്യങ്ങൾ ഉന്നയിച്ച യുവനടിയെക്കുറിച്ച് VK ശ്രീകണ്ഠൻ ഇന്ന് എന്താണ് പറഞ്ഞത്? ആ കുട്ടിയുടെ വസ്ത്രത്തിൻ്റെ നീളം, വസ്ത്രത്തിൻ്റെ ശൈലി, അത് ആരുടെ കൂടെ ആ പെൺകുട്ടി നിൽക്കുന്നു, ഇതൊക്കെയാണ് ഒരു ആരോപണത്തിൻ്റെ ബലം നിർണ്ണയിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ യുവ നേതാക്കളെ കൊണ്ടുവരുന്നു, പുതിയ കാലത്തിനനുസരിച്ച് പാർട്ടി മാറുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഉത്തരവാദപ്പെട്ട ഒരു MP പറയുന്ന പ്രതികരണമാണ്. പിന്നീട് അത് വിവാദമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് മാറ്റി, അത് മാധ്യമങ്ങളുടെ തലയ്ക്ക് ചാർത്തുകയും ചെയ്തു. പക്ഷെ ആ പ്രതികരണം അത് അവിടെ കിടക്കുകയാണ്. അതെ, അത് തെറ്റാണത്. ഞാനത് കേട്ടു. പക്ഷേ അത് അദ്ദേഹം തിരുത്തിയതുകൊണ്ടാണ് ഒരു തെറ്റ്. നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കൾ അവരെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ട്രാജഡി എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഒരു വലിയ സംഭവത്തിനിടയ്ക്ക് നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ചിലപ്പോൾ പെട്ടെന്ന് വികാരാധീനതായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ഫോടനാത്മകമായ സ്ഥിതി സംസാരിക്കും. പിന്നെ ഇത് തെറ്റാണെന്ന് തോന്നുമ്പോൾ അത് പിൻവലിക്കുന്നതിലല്ലേ അതിൻ്റെ മാന്യത? അത് പിൻവലിച്ചു. നേരെ വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം അത് മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു, അത് മാധ്യമങ്ങളത് ഉപയോഗിച്ച രീതിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ശരിയാണ്. പക്ഷേ അതിൽ ഒരു കാരണമുണ്ട് സ്മൃതി. കാരണം നമ്മൾ ഇന്ന് CPMനെ പ്രോത്സാഹിപ്പിക്കുന്ന, CPMൻ്റെ ഒപ്പം നിൽക്കുന്ന ചിലരൊക്കെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഒരുപാട് പേർ തങ്ങളെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നെങ്കിൽ ഇതിൽ ഈ പറയുന്ന ആളുകൾ അത് ഇതുവരെ ഇന്നലെ വരെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ആരോപണമായിരുന്നു. ഇന്നത് പാർട്ടിയിലേക്ക് മാറ്റുകയാണ്. പ്രതിപക്ഷ നേതാവിനെ കേന്ദ്രീകരിക്കുന്നു, കോൺഗ്രസ് ഓഫീസുകളെ കേന്ദ്രീകരിക്കുന്നു. കോൺഗ്രസ് ഓഫീസുകളും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസും വീടും ഒക്കെ ഇതുമായിട്ട് എന്താ ബന്ധം? അങ്ങനെയാണെങ്കിൽ എല്ലാ DCC ഓഫീസുകളിലേക്കും പാർട്ടി മാർച്ച് നടത്തണ്ടേ? അങ്ങനെയൊക്കെ മാറി വരുമ്പോഴാണ് ഈ സംഭവം മാറുന്നത്. ഇപ്പോൾ അത് രാഷ്ട്രീയമായി. ഇന്നലെ വരെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് നിയമപരമായിട്ട് നേരിടണം,
പാർട്ടി അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കണം. പക്ഷേ പാർട്ടിക്ക് എടുക്കാവുന്ന കാര്യം എന്താണ്? ഇന്നലെ എടുത്തു കഴിഞ്ഞു. ഇനി ചെയ്യാവുന്നത് നിയമപരമായിട്ട് പരാതി കൊടുക്കണമെന്ന് പറയുന്നത്, ഇത് ആരെങ്കിലും പരാതി കൊടുക്കണ്ടേ? ആ പരാതി കൊടുക്കാതെ കോൺഗ്രസ് അല്ലാണ്ട് ഏതൊരു കക്ഷിയെ എന്നത് കൂടിയാണോ അങ്ങ് പറഞ്ഞതിന്റെ വ്യക്തത എന്ന് ഞാൻ പറഞ്ഞില്ല. പരാതി കൊടുത്താൽ പോലീസ് അന്വേഷിച്ചാൽ അതിനെ നിയമപരമായി കോടതിയിലെത്തും. ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ കോടതി തീരുമാനിക്കരുത്. ഈ ഗോവിന്ദ മാഷ് പറഞ്ഞതിനെ ഞാൻ മാർഗമായിട്ട് കരുതുകയല്ല. പക്ഷേ ഒരാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ നമുക്കിന്നൊരൊറ്റ സംവിധാനമേ ഉള്ളൂ, അത് കോടതിയാണ്, പാർട്ടിയല്ല. കോൺഗ്രസിന് എന്തായാലും അവരുടെ ഒരു സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് കോടതിയിൽ തന്നെ പോകണം. അപ്പോൾ കോടതിയിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ നിരപരാധിത്വം തെളിയിക്കട്ടെ. ഇത് മുൻകാലങ്ങളിൽ ഒരുപാട് നേതാക്കൾ ഇങ്ങനെ തെളിയിച്ച് പുറത്തു വന്ന് അവർ വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. അത് നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് ചരിത്രമുണ്ട്. കോടതി നിരപരാധികളായി വിടുകയും പിന്നീട് അവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ആരോപണവും പ്രത്യാരോപണവും രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആരോപണവും രാഷ്ട്രീയത്തിൽ നിന്നുള്ള പ്രത്യാരോപണവും അല്ല എന്നിടത്താണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. KC റിയാസുദ്ദീൻ ഡിവൈഎഫ്ഐയുടെ പ്രതിനിധിയാണ്, പാലക്കാട് നിന്നുള്ള പ്രതിനിധിയാണ്. റിയാസുദ്ദീൻ, ഇന്നിപ്പോൾ MLA-യുടെ ഓഫീസിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധം AYFയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഡിവൈഎഫ്ഐയും പലയിടത്തും പ്രതിഷേധം നടത്തി. പല യുവജന സംഘടനകളും ഈ തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനത്തു നിന്നും രാജിവെച്ചല്ലോ, അതാണ് പാർട്ടി അടിയന്തരമായി എടുത്ത നടപടി. അതിൽ ആലോചനാ യോഗം നടന്നില്ല, അധികം സമയമെടുത്തില്ല, ഉടൻ തന്നെ രാജി ആവശ്യപ്പെടുകയായിരുന്നു. രാജിവെച്ചു കഴിഞ്ഞിരിക്കുന്നു. MLA സ്ഥാനം രാജിവെക്കുന്നതിൽ നിയമപരമായ ചില കാര്യങ്ങൾ കൂടി കടന്നു പോകേണ്ടതുണ്ട്, വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനായി കാത്തു നിൽക്കുന്നു എന്നാണ് N. ശ്രീകുമാർ പറഞ്ഞത്. CPM-ന് ഇക്കാര്യത്തിൽ പറയാൻ അർഹതയുണ്ടോ എന്ന തിരിച്ചുള്ള ചോദ്യവുമുണ്ട്. KC റിയാസുദ്ദീൻ മറുപടി നൽകാം. ഇവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെട്ട് ആദ്യം പാലക്കാട് വന്ന ശേഷം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പാലക്കാട്ടെ വോട്ടർമാർക്ക് മുൻപാകെ, ജനങ്ങൾക്ക് മുൻപാകെ കൊടുത്ത ഒരു ഉറപ്പ് പാലക്കാട് ജനതയ്ക്ക് തല പോവേണ്ടി വന്നാലും തല കുനിക്കേണ്ടി വരില്ല എന്നാണ്. ഞാനിപ്പോൾ ഇത് ഊന്നി പറയുന്നത് പാലക്കാട്ടുകാരുടെ തല പോവേണ്ടി വന്നിട്ടില്ല, പക്ഷെ ഞങ്ങൾ പാലക്കാട്ടെ വോട്ടർമാരാകെ, പാലക്കാട്ടെ ജനങ്ങളാകെ, അത് കടന്ന് കേരളത്തിലെ മനുഷ്യരാകെ ഇപ്പോൾ തല കുമ്പിട്ട് നടക്കേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം. അദ്ദേഹത്തിൻ്റെ ചെയ്തികളെക്കുറിച്ചൊന്നും ഞാനിവിടെ സമയമെടുത്ത് ഇനി വിശദീകരിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നേരിട്ട് കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയ ഡിജിറ്റൽ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോഴും ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഇവിടെ വന്നിരിക്കുന്ന പ്രിയ സുഹൃത്ത് ഒരു ഉളുപ്പുമില്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു പെർവേർട്ടിനെ, അദ്ദേഹത്തെ പോലെ ഒരു ക്രിമിനലിനെ ന്യായീകരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ നേരത്തെ സംസ്ഥാനത്ത് ഒന്നും ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക അധിക്ഷേപങ്ങളോ ആരോപണങ്ങളോ അതല്ലെങ്കിൽ MLA-മാരോ മന്ത്രിമാരോ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി വന്ന പരാതികളുമായിട്ടൊന്നും ഒരു സാമ്യതയുമില്ലാത്ത തരത്തിൽ ദിനേന ഇന്ന് തന്നെ 1-2 വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരേ സമയം അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടാണ് MLA എന്ന നിലക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നിലപാടാണ് കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചു പോരുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിൽ നിന്ന് സ്വമേധയാ അദ്ദേഹം രാജിവെച്ചതല്ല എന്ന് രാവിലെ മറ്റു ചില വിവാദ പരാമർശങ്ങൾ നടത്തുന്നതിനിടെ പാലക്കാട്ട് MP, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തൻ, പാലക്കാട് ജില്ലയിലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മറ്റൊരു പാട്രൺ ഇവിടെ പാലക്കാടിൻ്റെ MP തന്നെ ശ്രീകണ്ഠൻ തന്നെ വ്യക്തമാക്കിയത് പാർട്ടി ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് രാജി വെപ്പിച്ചില്ല എന്നാണ്. അപ്പോൾ അത് മറ്റ് നേതൃത്വം ഉൾപ്പെടെ വ്യക്തമാക്കിയ പ്രകാരം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്തിനാണ് ഇദ്ദേഹത്തെ മാറ്റിയത്? ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഇപ്പോൾ ആരുടെയെങ്കിലും പരാതിയുണ്ടോ, എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഒരു പരാതിയുമില്ലാത്ത, അതല്ലെങ്കിൽ ഒരു തെളിവുകളുമില്ലാത്ത കേവലമായ ആരോപണത്തിൻ്റെ പേരിലാണോ യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത രീതിയിൽ ഒരു അയാൾ സംസ്ഥാന പ്രസിഡന്റ് ആയതൊക്കെ ഏത് മാർഗത്തിൽ എന്നല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്.
ആരെങ്കിലും എന്തെങ്കിലും പരാതി ഉന്നയിച്ച ഉടനെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് പോലെ സംഘടനയുടെ അധ്യക്ഷനെ മാറ്റാൻ ഇവിടുത്തെ AICC ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവുമോ? ഇന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചില ചർച്ചകൾ, ചില ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണല്ലോ, ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഈ കേരളത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണത്തിന് പുറകെയാണോ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? എവിടെ നിന്നാണ് ഈ ആരോപണങ്ങൾ വരുന്നത്? 3 വർഷം മുൻപ് കൃത്യമായി കേരളത്തിൻ്റെ അന്നത്തെ KPCCയുടെ നേതാവ്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന് ശ്രീമാൻ VD സതീശന് അദ്ദേഹത്തെ പിതൃതുല്യനായി കാണുന്നു എന്ന് പറയുന്ന റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള ഒരു യുവതി നേരിട്ട് ചെന്ന് കാണുന്നു, സംസാരിക്കുന്നു. ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ മോശമായ അനുഭവത്തെക്കുറിച്ച് നേരിട്ട് പരാതി പറയുന്നു. ആ പരാതി അവർ പിതൃതുല്യനായി കാണുന്ന VD സതീശൻ കൈപ്പറ്റിയതിന് ശേഷം 3 വർഷങ്ങൾക്ക് ഇപ്പുറം പടിയായി നോക്കൂ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വരെ ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുകയല്ല ചെയ്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ നോക്കൂ, ഈ കേരളത്തിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവന്ന് ഇവിടെ പാലക്കാട് മത്സരിപ്പിച്ച് വടകരയിലേക്ക് വണ്ടി കയറുമ്പോൾ എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി പിൻഗാമിയായി ഇതുപോലെ ഒരു ക്രിമിനലിനെ, ഒരു പെർവേർട്ടിനെ ഈ പാലക്കാട് മണ്ഡലത്തിലെ പാലക്കാട്ടെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് പോയ ഷാഫി പറമ്പിലിന്, ഹണി ഭാസ്കർ എന്ന് പറയുന്ന അവരെ ഫേസ്ബുക്കിൽ കുറിച്ച കാര്യങ്ങൾ ലഭ്യമല്ല. എല്ലാ കാര്യങ്ങളും ഷാഫിക്ക് അറിയാമായിരുന്നില്ലേ? എന്താണ് ഷാഫിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം? ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ വിവിധ വിഷയങ്ങളിൽ വിവിധ നേതാക്കളോട് പരാതി പറഞ്ഞു. ചില അതൊക്കെ അദ്ദേഹത്തിൻ്റെ മിടുക്കല്ലേ? ഇതാണോ മിടുക്ക്? ഇന്നലെ അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമൺ ഇവിടെ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളില്ലേ? ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ തന്നെ ഒരു പരിപാടിയിൽ ശ്രീ അരുൺകുമാർ പറഞ്ഞ ഒരു വേർഡ് കടമെടുത്ത് തന്നെ പറയട്ടെ. ആരാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ? കേരളത്തിലെ ഈ പറയുന്ന 140 MLA-മാരിൽ ഒരു MLA ആണോ? അതിൽ ഉപരിയായി അദ്ദേഹം ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണ്. അവിടെയാണ് വിഷയം. ഇതിനു മുൻപ് നടന്ന വിഷയങ്ങളിൽ, അതിനു മുൻപ് നടന്ന ധാർമ്മികത, നീതി, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ തിരയേണ്ടതുണ്ടോ? ഇദ്ദേഹം ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ മാനസിക നില, അദ്ദേഹത്തിൻ്റെ നോക്കൂ വലിയ ഒരു ക്രിമിനൽ കുറ്റവാസന, ഇതെല്ലാം വെച്ച് നിരന്തരമായി ഒരു ട്രാൻസ് വിമണിനോട് എനിക്ക് താങ്കളെ, നിങ്ങളെ നോക്കൂ റേപ്പ് ചെയ്യുന്നത് പോലെ, ആ വാക്ക് പറയുന്നതിൽ മറ്റെന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ക്ഷമിക്കണം, റേപ്പ് ചെയ്യുന്നത് പോലെ നിങ്ങളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, നമുക്ക് മറ്റൊരു സംസ്ഥാനത്ത് പോയി റൂമെടുക്കാം, താമസിക്കാമെന്നാണ്. ആളുകളെ കാണുന്നു, അറിയുന്നു, പരിചയപ്പെടുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെടുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു, ടൈമർ സെറ്റ് ചെയ്ത് അവിടെ കാര്യങ്ങൾ സാധിക്കുന്നു. അത് കഴിഞ്ഞ് അവരെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം ഗർഭിണിയാക്കി നോക്കൂ, കാര്യങ്ങൾ സാധിച്ചതിന് ശേഷം നിർബന്ധിത ഗർഭചിത്രം, നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ആ രീതിയിൽ നിർബന്ധിത ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിക്കണം. 1, 2, 3 പേരെയാണോ? ഇനിയും എത്ര വാർത്തകളാണ് പുറത്തു വരാനുള്ളത്? അപ്പൊ ഇവിടെ നേരത്തെ നടന്ന ചില വിഷയങ്ങളിൽ, ചില പരാതികളിൽ ആ രീതിയിൽ അതുമായി താരതമ്യം ചെയ്ത് ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ MV ഗോവിന്ദനെ തിരിഞ്ഞു കുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മുകേഷുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്നു, പരാതി ഉയർന്നു, മുകേഷിനെതിരെ കേസ് വന്നു. ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിലാണെന്ന് ഓർക്കണം. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെ രാജി ആവശ്യം ഇവിടെ കോൺഗ്രസ് ഉന്നയിച്ച സമയത്ത് MV ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ കോടതിയിൽ ചെന്ന് ആ കേസിൽ മുകേഷ് ജയിക്കുകയാണെങ്കിൽ പിന്നീട് തിരിച്ചു കയറാൻ പറ്റില്ലല്ലോ എന്നൊരു പ്രായോഗിക ബുദ്ധിമുട്ടാണ് അതിൽ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അതേ കാര്യങ്ങൾ തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ ഈ തീവ്രത അളക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ പല കേസുകളായി വന്നിട്ടുണ്ടോ? ആ കേസുകൾ ഏത് രൂപത്തിലാണ്? അത് റേപ്പായിരുന്നോ? മറ്റെന്തെങ്കിലും രൂപത്തിലായിരുന്നോ? മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള ശല്യം ചെയ്യലായിരുന്നോ? പരാതി അവിടെയുണ്ട്, പരാതി പോയിട്ടുണ്ട്, പരാതി നമ്മൾ ചർച്ച ചെയ്തതാണ്, കേസുമായിട്ടുണ്ട്, കോടതിയിലെത്തിയതാണ്, ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അതിനുള്ള മറുപടി
സ്മൃതി, ഇത് മുകേഷിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടോ ഇതിനു മുമ്പ് നടന്ന മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടോ താരതമ്യം ചെയ്യാവുന്ന ഒരു കുറ്റകൃത്യമല്ല. ഒന്ന്, മുകേഷിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം. മുകേഷിൻ്റെ വിഷയത്തിൽ മുകേഷിനെതിരായി പരാതി ഉന്നയിക്കപ്പെട്ട പരാതിക്കാരിയുടെ ക്രെഡിബിലിറ്റി നമ്മളത് പരിശോധിക്കണ്ടേ? അതെങ്ങനെയാണ് നിങ്ങൾ പരിശോധിക്കുക? അല്ലല്ല, ഒരു പരാതി വരുമ്പോൾ അവർ സിനിമാ നടിയാണ് എന്നതുകൊണ്ട് ശരിയായ സമീപനമല്ല. അതൊക്കെ പിന്നീട് വന്നതാണ്. സിനിമാ നടി എന്നല്ല, അവർക്കെതിരെ പിന്നീട് വന്നതാണ്. ആ പരാതി വരുമ്പോൾ അവർക്കെതിരെ വളരെ ഗൗരവതരമായ അല്ല, ഞാനൊന്ന് പറയട്ടെ. അല്ല, ഇന്ന് മുകേഷിന് മാത്രമല്ല, ഞങ്ങളൊന്ന് പറയും, ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരൊറ്റ മിനിറ്റ്. കോൺഗ്രസിന്റെ MLA M. വിൻസെന്റിനെതിരായി പരാതി വന്നിട്ടില്ലേ? എൽദോസ് കുന്നപ്പള്ളിക്കെതിരായി പരാതി വന്നിട്ടില്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരായി തന്നെ വളരെ കൃത്യമായിട്ട് ഒരു സ്ത്രീ, സിമി റോസ്വെൽ എന്ന് പറയുന്ന സ്ത്രീ ഉന്നയിച്ച പരാതി നമുക്ക് മുന്നിൽ നിൽക്കുകയല്ലേ? ഇതിനു മുൻപ് ശേഷം ഇപ്പോൾ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആൾക്ക് തൊട്ട് MP-മാർ MLA മാർ ഉൾപ്പെടെ ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പ്രതിപാദിക്കപ്പെടാത്ത ആരാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളത്? ഒരു MLA അറിഞ്ഞോ അറിയാതെ, ഒരു തെറ്റല്ല, നിസ്സാരമായ ഒരു അബദ്ധമല്ല, ഒരു തെറ്റല്ല, നിരന്തരമായി കാണുന്ന ആളുകളോടെല്ലാം അയാൾക്ക് പ്രത്യേക താല്പര്യം തോന്നുകയാണ്. താല്പര്യം തോന്നിയാൽ അത് അയാൾ അറിയിക്കണം. ഒരു കുഞ്ഞിനെ പരസ്യമായ ഒരു പുറത്തു വന്നു. നടപടിയെടുക്കുകയാണോ ചെയ്യുന്നത്, മറിച്ച് അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ചോദ്യമാണ്. എത്ര പേരെ കൊലപ്പെടുത്തി? അല്ല, ലോകത്തെ മുഴുവൻ കേസുകൾ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കാണിച്ചു തരുന്ന മാതൃക എന്ത് റിയാസുദ്ദീൻ? നിങ്ങൾ കാണിച്ചു തരുന്ന മാതൃക എന്ത്? ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ള ചോദ്യമാണ് കേട്ടോ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ചിരിക്കാനുള്ള ഒരു വിഷയമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേക്കും ഉയർന്ന ചോദ്യമാണ്. വി മനു പ്രസാദിലേക്ക് യുവമോർച്ച പ്രതിനിധി മനു പ്രസാദ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജി ആവശ്യപ്പെട്ട് നിങ്ങളടക്കം വലിയ പ്രതിഷേധത്തിലാണ്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ, പാർട്ടി സ്ഥാനത്തു നിന്നും രാജി, MLA സ്ഥാനത്ത് രാജി വരണമെങ്കിൽ പോലീസ് കേസ് വേണം. അല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു MLA ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന നിലയിൽ ഇറങ്ങിയവരല്ല ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ചയും. സ്വാഭാവികമായിട്ടും ഒന്നെന്നല്ല രണ്ടെന്നല്ല ഗൗരവതരമായ ഒട്ടനവധി വിഷയങ്ങളുടെ ഭാഗമായി ഒരു MLA ചോദ്യചിഹ്നമായി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അതിനെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വ്യാപകമായ പരാതികൾ ഉണ്ടാവുകയും കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല ഇത്തരത്തിലൊരാളെ എന്ന സ്ഥിതി വരികയും ചെയ്തു. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വന്നത് എന്നുള്ളതിലും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടം തന്നെ MLA അദ്ദേഹം വന്നിട്ട് ചാനലോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ രാജിവെക്കുന്നു, എന്തെങ്കിലും ചെയ്തിട്ടല്ല, മറിച്ച് എൻ്റെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ആളുകൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചില ധാർമ്മികത കണക്കിലെടുത്ത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് കോൺഗ്രസിൻ്റെ തന്നെ മറ്റു നേതാക്കൾ MPയും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് MLAയുടെ രാജി ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹം കൂടി കേൾക്കാൻ പറയുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജി എഴുതുവാങ്ങാൻ നിങ്ങൾക്ക് ഒരു കേസും കോടതിയിൽ ഉണ്ടാകണമെന്ന നിർബന്ധമുണ്ടായിരുന്നില്ല. അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പോലും, അത് ഞങ്ങളുടെ വിഷയമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കണമെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിഷയമല്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഗ്രൂപ്പ് പോരുകളുടെയും എല്ലാം സമവാക്യങ്ങളെ പിടിച്ചു നിർത്താൻ ഇത്തരം കാര്യങ്ങൾക്ക് അവിടെ നിന്നൊരു രാജി വയ്പ്പിച്ചു. എന്നാൽ MLA എന്ന നിലയിൽ അദ്ദേഹം തുടരുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കാതെയാണ് നിങ്ങൾ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വരുന്നതെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനല്ല. സംസ്ഥാന അധ്യക്ഷനല്ലാത്തൊരാൾ പിന്നെ MLA ആയി തുടർന്ന് നിങ്ങളത് സഹിക്കണം, പാലക്കാട്ടുകാർ സഹിക്കണം, അത് പാലക്കാട്ട് ജനതയുടെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജി എഴുതി വാങ്ങിക്കാൻ നിങ്ങളുടെ ഗ്രൂപ്പ് പോരുകൾക്കെല്ലാം അപ്പുറം മറ്റൊന്നുമില്ലെങ്കിൽ ഇതെല്ലാം പുറത്തു വന്നത് നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ കേരളത്തിലെ പാലക്കാട്ടിലെ ജനത ആഗ്രഹിക്കുന്ന ഒന്ന് MLA സ്ഥാനം രാജിവെച്ച് ധാർമ്മികതയുടെ പേരിലാണ്, അതുപോലെ തന്നെ മറ്റു പലതിൻ്റെയും പേരിലാണെന്ന് മേമ്പടി കൊള്ളുമ്പോൾ
അങ്ങനെയാണെങ്കിൽ ആദ്യം വെക്കേണ്ടത് ജനപ്രതിനിധി എന്ന സ്ഥാനമാണ്. അത് രാജിവെച്ചിട്ട് വേണമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. അത് രാജിവെക്കണമെന്ന് പറയാനുള്ള കാരണം യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണ്ട എന്ന് അവർ തീരുമാനിച്ച ഒരാളെ അവർക്ക് വേണ്ട, അവർ നിർത്തിയാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ UDF സ്ഥാനാർത്ഥിയാക്കിയ, UDF വോട്ട് പിടിച്ച, STPയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് ഉൾപ്പെടെയുണ്ട്, അവർ വോട്ട് പിടിച്ച, അവർ കൊണ്ടുവന്ന ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ പാലക്കാട്ടിലെ ജനത അത് വച്ചു പൊറുപ്പിക്കണമെന്ന് പറയുന്നിടത്താണ് ആ വൈരുദ്ധ്യം തുടങ്ങിയത്. അവിടെ മുതലാണ് ഞങ്ങൾ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. മനുപ്രസാദ്, പക്ഷേ നിങ്ങൾക്കിത് പറയാൻ ധാർമ്മികമായ അവകാശമില്ല എന്ന് ഇന്ന് സണ്ണി ജോസഫ് പറയുന്നുണ്ട്. അതിന് കാര്യം ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ, യെദ്യൂരപ്പയ്ക്കെതിരായ പോക്സോ കേസിന്റെ കാര്യത്തിലൊക്കെ നിങ്ങളെടുത്ത നിലപാട്, ബ്രിജ്ഭൂഷണെ നിങ്ങൾ കൊണ്ടു നടക്കുകയായിരുന്നു. ആരോപണം ഉയർന്ന ശേഷം ആരോപണം ഉയർത്തിയവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബ്രിജ്ഭൂഷണെ കൊണ്ടു നടന്നത്. നമുക്കറിയാമല്ലോ, കായിക താരങ്ങൾ കരഞ്ഞുകൊണ്ട് അവരുടെ അവാർഡുകൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് മറക്കാൻ പറ്റുമോ? അല്ല, കേരളത്തിൻ്റെ മണ്ണിൽ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അവരെയൊക്കെ വെളുപ്പിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ചിലർ പോകുന്നതിന് പൊക്കോട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ കൊള്ളില്ല എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും ഉള്ളിൽ നിന്ന് ആളുകൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റുകയും ചെയ്തൊരാൾ പിന്നീട് പാലക്കാട് MLA ആയി തുടരണമെന്ന് പറയുന്നതിൻ്റെ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇപ്പോഴും പറയുന്നത്, ഇനി പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റു നിങ്ങൾക്ക് എന്തും പറയാം. ഒട്ടനവധി തവണ ഞങ്ങൾ ചർച്ച ചെയ്തതും നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നതും മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചതും. വേണ്ടേ, നമുക്ക് അതുകൂടി വിശദീകരിക്കണ്ടേ മനുപ്രസാദ്? അപ്പോഴല്ലേ നിങ്ങളുടെ സ്റ്റാൻഡ് കുറച്ചുകൂടി അല്ല, വ്യക്തമാവുക. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം ചോദിച്ചുകൊള്ളട്ടെ, എന്തിനായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അത് പറഞ്ഞല്ലോ, ധാർമ്മികമായി എടുത്ത നടപടി എന്നതാണ് കോൺഗ്രസ് അതിനെ വിശദീകരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ വിശദീകരിച്ചത് നേതാക്കൾക്ക് വേറെ പണിയുണ്ട്, തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കുന്നു, പല കാര്യങ്ങളും ഉണ്ട്, ചുമതലകളുണ്ട്. അപ്പോൾ ഇത് വിശദീകരിച്ച് സമയം കളയാതിരിക്കാൻ ഞാനിത് രാജിവെക്കുന്നു എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇത് രണ്ടും മുഖവിലക്കെടുത്താലും രാജിവെക്കേണ്ടതല്ലേ MLA സ്ഥാനം? രാഹുൽ പറഞ്ഞത് ശരിയാണ് എന്ന നിലയിൽ ഞാൻ രാജിവെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം വെക്കേണ്ടത് ജനങ്ങളിൽ നിന്ന് നികുതി പണം ഉപയോഗിക്കുന്ന, ജനങ്ങൾ തിരഞ്ഞെടുത്ത ആ സ്ഥാനമല്ലേ രാജിവെച്ചിട്ട് നേരിടേണ്ടത്? ഇനി അവർ പുറത്താക്കിയെന്നാണ് പറയുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിലും അവരുടെ സ്ഥാനാർത്ഥിയെ അവർ ആദ്യം പുറത്താക്കേണ്ടത് ജനങ്ങളുടെ MLA സ്ഥാനമല്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ആരിരുന്നാൽ ഞങ്ങൾക്കെന്ത്? പാലക്കാടിലെ ജനതയ്ക്കെന്ത്? MLA സ്ഥാനത്തെക്കുറിച്ചാണ് ചോദ്യം. അവർ ഈ ധാർമ്മികതയുടെ പേര് പറഞ്ഞ് കേരളത്തിൻ്റെ മണ്ണിൽ ഞങ്ങളെന്തോ വലുത് ചെയ്തു എന്ന് അവതരിപ്പിക്കാൻ കാണിക്കുന്ന ഈ വ്യഗ്രതയോടാണ് ഞങ്ങളുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ കാണിക്കേണ്ടത് MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളതല്ലേ? അവർ തന്നെ പറയുന്നു ഇങ്ങനെ ചിലതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഒന്നെന്നല്ല, രണ്ടെന്നല്ല, ഏതെങ്കിലും ഒരു അബദ്ധവശാൽ സംഭവിച്ചൊരു ചെറിയ കേസെന്നല്ല, കേവലം മെസ്സേജുകളുടേത് മാത്രമല്ല, മറ്റു പലതുമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. പലരും പറയുന്ന വിവാഹ വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് പലതും പറഞ്ഞു. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്, അത്തരം പദങ്ങൾ ഉപയോഗിക്കാൻ മാനസികമായി തയ്യാറാകാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അവർ തന്നെ പറഞ്ഞതും അവർ തന്നെ ചെയ്തതും അവർ പുറത്താക്കിയതുമായിട്ടുള്ള ഒരാൾ MLA ഈ പാലക്കാടിൻ്റെ മണ്ണിൽ ഉണ്ടാകണം എന്ന് അവർ നിർബന്ധം പിടിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. രണ്ട്, അവരുടെ ആഭ്യന്തര കലകം, കോൺഗ്രസിനുള്ളിൽ ഉയർന്നു പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ആഭ്യന്തര കലകം, അതിൽ നിന്നും ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇതൊന്നും പാലക്കാട്ടിലെ ജനത ഒരു MLA സഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ശരി, അഡ്വക്കേറ്റ് ഷാനിബ അലി, അഭിഭാഷക എന്ന നിലയ്ക്കുള്ള അങ്ങയുടെ അഭിപ്രായങ്ങളും വേണം, ഒരു സ്ത്രീ എന്ന നിലയ്ക്കും. ഇപ്പോൾ പുറത്തു വന്ന ചാറ്റുകൾ എല്ലാം തന്നെ സ്ത്രീകളുടെ, ഈ പറഞ്ഞ പെൺകുട്ടികളുടെ നിസ്സഹായത വെളിപ്പെടുത്തുന്നതാണ്. അവരൊക്കെ തന്നെയും രാഹുലിനോട് കെഞ്ചിക്കൊണ്ട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ കേസിന് പോകാൻ ഭയമാണെന്ന് പലരും നമ്മളോട് തന്നെ ടെലിഫോണിൽ പ്രതികരിച്ചിട്ടുണ്ട്. കേസിന് പോകാൻ ഭയമാണ്, കുടുംബത്തിൻ്റെ പിന്തുണ അക്കാര്യത്തിലുണ്ടോ എന്ന കാര്യത്തിലും പലർക്കും സംശയമുണ്ട്. ഇതിപ്പോൾ ഒന്നും രണ്ടും കേസൊന്നുമല്ല. ഇത് നിയമപരമായി നിൽക്കുമോ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. കാരണം ഒരു ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നുകൊണ്ട് ധാർമ്മികമായ വിഷയം മറ്റൊരു വിഷയമായി അവിടെ നിൽക്കുകയാണ്. ഇത്രയധികം നിസ്സഹായപ്പെടേണ്ട ഒരു കാലത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്നൊരു വിഷയം കൂടി അവിടെ ഉണ്ടല്ലോ. സ്മൃതി പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിൽ വേണം ഞാനിതിനെ ആൻസർ ചെയ്യാൻ. ഒന്ന് അഭിഭാഷക എന്ന നിലയിലും മറ്റൊന്ന് സ്ത്രീ എന്ന നിലയിലും.
അഭിഭാഷക എന്ന നിലയിൽ ഞാനിതിനെ നോക്കിക്കാണുമ്പോൾ ഒരു പരാതി എന്ന് പറയുന്നത് വിക്ടിമിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇത് സിവിൽ കേസ് അല്ല. ഇപ്പൊ സ്മൃതിക്ക് പേഴ്സണലി ഈ കാര്യം അറിയാം. ആ കുട്ടി സ്മൃതിയോടാണ് സംസാരിച്ചത്. വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരു മിയർ സ്റ്റോക്കിങ്ങോ അങ്ങനത്തെ അലിഗേഷൻസ് ഒന്നും അല്ല. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ട്. ഫോഴ്സ്ഡ് അബോർഷൻ എന്നൊക്കെ പറയുന്നത് ജീവപര്യന്തം തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമൊക്കെയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് കംപ്ലൈനന്റ്, അതായത് പരാതിക്കാരിയോ ഡിഫാക്ടോ കംപ്ലൈനന്റോ വിക്ടിം ആവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. സ്മൃതിക്ക് അറിയാമോ, സ്മൃതിക്ക് കംപ്ലൈന്റ് ചെയ്യാം. ആ കുട്ടി എന്നോടാണോ പറഞ്ഞത്, എനിക്ക് കംപ്ലൈന്റ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഇതിൽ പരാതി കൊടുക്കാം. അതിന് പുറത്ത് FIR ഇടാം, അന്വേഷിക്കാം. അതാണ് സ്ഥിതി എന്നിരിക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന അലിഗേഷൻ, എനിക്കൊരിക്കലും ഇവിടെ വന്നിരുന്നിട്ട് കോടതി തീരുമാനിക്കുന്ന നമ്മളുടെ ഒരു സാമൂഹികമായിട്ടുള്ളൊരു വിചാരണ മതി, അല്ലെങ്കിൽ ഒരു മാധ്യമ വിചാരണ മതി, കോടതി തീരുമാനിക്കാതെ തന്നെ എനിക്കിത് പറയാം, ഈ തെളിവുകളൊക്കെ അല്ലേ ഉള്ളൂ, ഇത്രയും തെളിവുകൾ ഉണ്ടല്ലോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ എല്ലാവരും കണ്ണുകൊണ്ട് കാണുകയാണ്. ഇത്രയും ഫോർവേഡ് ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത്. നമ്മളെല്ലാവരും കണ്ണുകൊണ്ട് കാണുകയാണ്. ഈ സ്ത്രീ എന്ന് പറയുന്ന ആസ്പെക്ട് വരുന്ന അവിടെയാണ്. നമുക്കറിയാം, എനിക്കറിയാം, സ്മൃതിക്കറിയാം, നമുക്ക് രണ്ടുപേർക്കും അറിയാം, ഈ നിൽക്കുന്ന ഓരോ സ്ത്രീകൾക്കും അറിയാം ഏതൊക്കെ രീതിയിലുള്ള അപ്രോച്ചുകൾ, നമ്മളൊക്കെ സമൂഹത്തിൽ എത്ര നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഏതൊക്കെ രീതിയിലുള്ള അപ്രോച്ചുകളാണ് നമുക്ക് ഓരോ ടൈമിലും, നമ്മൾ തൊഴിൽ ചെയ്യുമ്പോഴായാലും നമ്മൾ പുറത്തിറങ്ങുമ്പോഴായാലും നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള അപ്രോച്ചുകൾ എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത്, അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് നേരിട്ടിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമുക്കിതിൽ തിളയ്ക്കുന്നത്. കാരണം ഒരു മെസ്സേജ് കാണുമ്പോൾ അത് ജെന്യുവിൻ ആണോ എന്ന് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാവും. കാരണം ഇത്തരം മെസ്സേജുകൾ ഞാനും കണ്ടിട്ടുണ്ട്, ഇത്തരം മെസ്സേജുകൾ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഈ അതിലൊരു പ്രശ്നമുണ്ട് ഷാനിബ. ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഷാനിബ ആയാലും ഞാനായാലും ഒരുപക്ഷെ ഒരു മെസ്സേജിന്റെ സ്വഭാവം വേറെ രൂപത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ അയാളെ ബ്ലോക്ക് ചെയ്യും, സംസാരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കും. പക്ഷേ ഈ എല്ലാ കേസുകളും അങ്ങനെയല്ല. തിരിച്ചു താല്പര്യം പ്രകടിപ്പിക്കുന്നത് തെറ്റല്ലെന്നേ, തിരിച്ചൊരു താല്പര്യം ഉണ്ടാവുന്നുണ്ട്. ആ താല്പര്യം എന്നോട് മാത്രമുള്ള താല്പര്യമാണ് അയാൾക്ക് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്, ആ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു ബന്ധത്തിലേക്ക് വീഴുകയാണ് ഷാനിബ. അതിൽ വ്യത്യാസമുണ്ട്. അതിനെയാണ് മാനിപ്പുലേറ്റഡ് കൺസെന്റ് എന്ന് പറയുന്നത്. ശരിയാണ് സ്മൃതി, അതിനെയാണ് മാനിപ്പുലേറ്റഡ് കൺസെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായാലും എവിടെയാണെങ്കിലും കൺസെന്റ് എന്ന് പറയുമ്പോൾ അത് ഫ്രീ മൈൻഡോട് കൂടിയുള്ള കൺസെന്റിനെ മാത്രമാണ് നമുക്ക് കൺസെന്റ് എന്ന് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റേപ്പ് കേസുകളിലായാലും എന്ത് കേസിലാണെങ്കിലും കൺസെന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിനെ കോടതി മുഖവിലയ്ക്ക് എടുക്കാത്തത്. അത് ഒരു ഫ്രീ കൺസെന്റ് ആയിരിക്കില്ല, ഫോഴ്സ്ഡ് കൺസെന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ആസ്പെക്റ്റിലൂടെ നേടിയെടുത്തൊരു കൺസെന്റ് ആവാം. ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം, അല്ലെങ്കിൽ നീ മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ചിലപ്പോൾ ഇഷ്ടമുള്ള സ്ത്രീ ആണെങ്കിൽ, ഇയാൾ ഇത്രയും നല്ലൊരു പദവിയിലിരിക്കുന്ന ആളാണ്, ഇഷ്ടമുള്ള സ്ത്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും അയാളോടൊരു പ്രാഥമികമായിട്ടുള്ള ഒരു താല്പര്യം വരുമായിരിക്കും. ആ താല്പര്യത്തിന് മുതലെടുക്കുന്നു. ആ സ്ത്രീയെ മടുക്കുമ്പോൾ അടുത്ത ആളിലോട്ട് പോകുന്നു, ആ സ്ത്രീയെ മടുക്കുമ്പോൾ മറ്റൊരാളിലോട്ട് പോകുന്നു. ആരും പരാതിപ്പെടുന്നില്ല. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. ഇനി ഇതിന്റെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ നിൽക്കുന്ന സ്ഥാനത്തിൻ്റെയാണ്. അതായത് ഒരു വ്യക്തി, അയാൾക്ക് പവറുണ്ട്, അയാൾക്ക് എല്ലാ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്, അയാൾ ഇതുപോലൊരു ഫോഴ്സിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റ അപകടമാണ്. ഒരു സാധാരണ സിറ്റിസൺ ചെയ്യുന്ന പോലെ നമുക്ക് അത്ര ഈസി ആയിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. കാരണം ഇയാളെ ആൾക്കാർ പേടിക്കും. എപ്പോഴും എല്ലാവരും പറയും പരാതി കൊടുക്കാൻ 3 വർഷം വൈകി, 4 വർഷം നിങ്ങൾ എവിടെയായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടത്, 4 വർഷം നിങ്ങൾ എവിടെയാണെന്ന് ഒരിക്കലും ഒരു വിക്ടിമിനോട് ചോദിക്കരുതെന്ന് കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വിക്ടിമിന്റെ പല രീതിയിലുള്ള കാരണങ്ങളും അതിലുണ്ടാവും. എനിക്ക് ഇന്ന് എന്നോട് ഒരാൾ ഉപദ്രവം ചെയ്തു, 1 വർഷം ഞാൻ കരഞ്ഞിരുന്നിട്ടുണ്ടാവും, 2ാമത്തെ വർഷം ഞാൻ ഓക്കെ ആയിട്ട് അതിനെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, ഞാൻ തെറപ്പിക്ക് പോയിട്ടുണ്ടാവും, 4ാമത്തെ വർഷം എനിക്ക് ധൈര്യം വന്നിട്ടുണ്ടാവും, ഞാൻ ഇത് പുറത്ത് പറയും, എനിക്കിത് ഫേസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടാവും. അതാണ് വിക്ടിമിന്റെ മനോഭാവം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ഡിലേ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരെ നിർബന്ധിക്കേണ്ടത് കോടതിയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലോ നാട്ടുകാർക്ക് മുന്നിലോ അവരിത് പറയേണ്ട ആവശ്യമില്ല. അലിഗേഷൻസ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഈ പറഞ്ഞ പോലെ ധാർമ്മികമായിട്ട് അയാൾക്ക് രാജിവെക്കുകയോ അല്ലെങ്കിൽ ധാർമ്മികത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഇതേ പുറത്ത് നിൽക്കുന്നു, എനിക്കെതിരെ അന്വേഷണം നടക്കട്ടെ, കംപ്ലൈന്റ് വന്നില്ല എന്ന് വീമ്പിളക്കുന്നതിന് മുൻപ് പരാതി കൊടുക്കാൻ ആൾക്കാർ ധൈര്യപ്പെടില്ല എന്നുള്ളത് അയാളുടെ സ്ഥാനത്തിൻ്റെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലെ ഒരേ ഒരു പ്രശ്നം അയാൾ ഇരിക്കുന്ന സ്ഥാനമാണ്. അതായിരിക്കാം ചിലപ്പം വിക്ടിംസിനെ പേടിപ്പിക്കുന്നത്. പക്ഷേ വിക്ടിംസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സ്ഥിരമായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ ഇതിൽ കറക്റ്റായിട്ട് നോളജ് ഉള്ള, വിക്ടിമിന്റെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു റേപ്പ് കേസിലെയും വിക്ടിമിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊരു റേപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് അബോർഷൻ ആണെങ്കിൽ അവരുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് സ്മൃതി ഇതിന്റെ ഒരു ലീഗൽ സൈഡ് എന്ന് പറയുന്നത്. ഇനി സ്ത്രീ എന്ന നിലയിൽ ഇത് കാണുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് വിഷമമുണ്ട്, എല്ലാ സ്ത്രീകൾക്കും വിഷമമുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ശരിയാണെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്? കാരണം നമുക്ക് ഇതിന്റെ ഒരു രീതി കാണുമ്പോൾ അറിയാം. ഒരു അലിഗേഷൻ അല്ലല്ലോ, 2 അലിഗേഷൻ അല്ലല്ലോ, ഇതൊരു സീരീസ് പോലെ അലിഗേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് അലിഗേഷൻസ് എന്ന് മാത്രം ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുറ്റാരോപിതൻ മാത്രമാണ് നിയമത്തിന്റെ കണ്ണിൽ അയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ. അപ്പം നമുക്കിതിന് അലിഗേഷൻ എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. കംപ്ലൈന്റ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ കംപ്ലൈന്റ് വന്നാൽ പോലും ഇതിന് അലിഗേഷൻസ് എന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ പരാതികൾ വരുമ്പോൾ അത് ഒരു കേന്ദ്രത്തിൽ നിന്ന് ആസൂത്രണം ചെയ്താകാം എന്നൊക്കെ സംശയമൊക്കെ വരും. പക്ഷേ നമുക്കറിയാവുന്നതാണല്ലോ മീ ടു മൂവ്മെന്റ് എങ്ങനെയായിരുന്നു.
മീറ്റു മൂവ്മെന്റിൽ ഒരു പരാതി പറഞ്ഞ അല്ലെങ്കിൽ ഒരു കാര്യം വെളിപ്പെടുത്തി ഒരു യുവതി വരുന്നു, പിന്നാലെ എത്ര യുവതികൾ വരുന്നു, എത്ര 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 മുഖംമൂടികൾ കീറപ്പെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അത് ആ രൂപത്തിലാണ് അതിനെ കാണേണ്ടത്. ഒരാൾ കാണിച്ച ധൈര്യം ബാക്കിയുള്ളവർക്കും പ്രതികരിക്കാനുള്ള ധൈര്യമായി വന്നു എന്ന് വേണം ഇതിനെ കാണാൻ എന്ന് എനിക്ക് തോന്നുന്നു. ഷാനിബ. അതെ, വിക്ടിമിനെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഫോർ എ മൊമെന്റ് വി ഷുഡ് സപ്പോർട്ട് ഹെർ. പക്ഷേ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്ന കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം വരുന്ന രീതിയിലുള്ള കമന്റ്സ് ആണ്. അവരുടെ വസ്ത്രത്തെ അളക്കുന്നു. ഈ മൊമെന്റിൽ ഞാൻ ഇവിടെ ചുരിദാറും ഷോളും ഇട്ടിരിക്കുന്ന നെക്സ്റ്റ് മൊമെന്റ് ഈ ക്യാമറമാനോട് മാറി നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വസ്ത്രം മാറിയിട്ട് ഞാൻ ഷോർട്സും ടീഷർട്ടും ആയിരിക്കുക ഇടേഴ്സ് പ്രതി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് എന്നെ കയറി പിടിക്കാമെന്ന് യാതൊരു റൈറ്റും ഇല്ല. ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുന്നു അർദ്ധനഗ്നയായിട്ട് അല്ലെങ്കിൽ അർദ്ധവസ്ത്രധാരിയായിട്ട് ആ സ്ത്രീ നിൽക്കുന്നു എന്ന്. എവിടെയാണ് ഇവരുടെയൊക്കെ ധാർമ്മികത? എവിടെയാണ് ഈ മനുഷ്യന്മാരൊക്കെയാണ് പൊളിറ്റിക്സിൽ നമ്മളെ നയിക്കുന്നത്? ഈ മനുഷ്യന്മാരൊക്കെയാണ് നമ്മൾ എല്ലാ കാലത്തും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഈ പറയുന്നത് ഇവർ അർദ്ധനഗ്നരായിട്ട് നടക്കുന്നു, അർദ്ധനഗ്നയായിട്ട് ഡ്രസ്സ് ധരിക്കുന്നു എന്നൊക്കെ. ഈ വിക്ടിമിനെ ബ്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ആരാണ് കൊടുക്കുന്നത്? എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കുഴപ്പമായി എന്ന് കാണാനും പറ്റില്ല ഷാനിബാലി. അത് സ്ത്രീകളോടുള്ള സമീപനത്തിൽ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. കാരണം അവരാണ് മാതൃക, ഇവരാണ് മാതൃക, അങ്ങോട്ടും ഇങ്ങോട്ടും മാതൃക കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇതിലിപ്പോ മറ്റേ ആളുടെ കാര്യം പറയുമ്പോൾ, ഒരു പാർട്ടിക്കാരുടെ കാര്യം പറയുമ്പോൾ ശരി അല്ല, പൂർത്തിയാക്കിയ ശേഷം. ഇല്ല, ഇതിൽ ഒരാളുടെ കാര്യം ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ യുവമോർച്ചയുടെ ആളോട് പറയുമ്പോൾ അവർ പറയും ഇത് കോൺഗ്രസ്സുകാരുടെ ഇഷ്യൂ ആണ്, കോൺഗ്രസ്സുകാരോട് പറയുമ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇഷ്യൂ ആണ്. എല്ലാ പാർട്ടിക്കാർക്കും സ്വന്തം വിഴുപ്പുണ്ട്. പക്ഷേ മറ്റൊരാളുടേത് വരുമ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തതും തൻ്റേത് മാത്രം കൃത്യമായിട്ട് വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മനോഭാവം, പ്രത്യേക സമീപനമാണ് എല്ലാവരും എടുക്കുന്നത്. ഇത് സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നമാണ്. ശ്രീകുമാർ, ഇനി നിങ്ങൾക്ക് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ള ഒരു കാര്യം, ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കാൻ UDF തീരുമാനിക്കണം എന്നങ്ങ് പറഞ്ഞു. പക്ഷേ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരാൾക്ക് ഇനി സീറ്റ് നൽകില്ല എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിനാകുമല്ലോ. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? രണ്ടാമത്തെ ചോദ്യം, VD സതീശൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ VD സതീശൻ, ഷാഫി പറമ്പിൽ ത്രയം കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഉയർന്നിരുന്ന വിമർശനമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മകളെപ്പോലെ ഉള്ള ഒരു പെൺകുട്ടി നേരത്തെ പറഞ്ഞൊരു പരാതി, അത് VD സതീശൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതിലപ്പുറം ഈ പുറത്തു വന്ന വിവരങ്ങളിൽ എത്ര കാര്യങ്ങൾ നേരത്തെ VD സതീശൻ അറിഞ്ഞിട്ടുണ്ടാകാമെന്ന സംശയവുമുണ്ട്. അതിൽ അദ്ദേഹം അടയിരിക്കുകയായിരുന്നു എന്ന ചോദ്യവുമുണ്ട്. ശ്രീകുമാർ. സ്മൃതി, ഞാനിവിടെ 4 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സംസാരിച്ചത്. രാഹുൽ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ സംഘടന, പൊതു രാഷ്ട്രീയം, നിയമത്തിൻ്റെ വഴി, ഈ 4 കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഞാനിതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞത്. ഇവിടെ DYFIയുടെയും യുവമോർച്ചയുടെയും സുഹൃത്തുക്കൾ അവരവരുടെ രാഷ്ട്രീയം പറഞ്ഞു, തെറ്റില്ല, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് DYFI സുഹൃത്തിനോട് പറയാനുള്ളത്, ഒരു പാനലിസ്റ്റ് എന്താണോ പറയുന്നത് അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ആ ആളെ വിമർശിക്കാൻ എന്നുള്ളതാണ്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ഞാൻ CPMൻ്റെ സ്ത്രീകളോടുള്ള സമീപനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ മുതിർന്നാലത്തെ അവസ്ഥ എന്താണ്? അപ്പോൾ എനിക്ക് ആ ഒരു പൈങ്കിളി തലത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല, ഞാനിത് ചെയ്യാറുമില്ല. പക്ഷേ ഇതിലത്തെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഞാൻ ഇന്നലെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞതാണ്, അതിവിടെ എടുത്തു നോക്കാം. ഇന്ന് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞു, അതിലത്തെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇന്ന് പെട്ടെന്ന് മാറിയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ സ്മൃതി ചോദിച്ചതുപോലെ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ UDF തീരുമാനിക്കണം ഇനി അടുത്ത തവണ മത്സരിപ്പിക്കുമോ. അവിടെയാണ് നമുക്ക് ഒരു സംവിധാനമേ ഉള്ളൂ. ഇവിടെ അഭിഭാഷകരുണ്ടല്ലോ, അവരവരുടെ നിഗമനങ്ങൾ പറഞ്ഞല്ലോ. ഒരു നിയമ സംവിധാനം എന്തിനാണ്? ഒരാൾ ശരിയോ തെറ്റോ എന്ന് വിധിക്കാനുള്ളതാണ് നിയമ സംവിധാനം. ഒരു ശുദ്ധാത്മാവാണെന്നും ഒരു തെറ്റുകാരനാണെന്നും വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളൂ. അപ്പോൾ കോടതിയുടെ തീരുമാനം അനുസരിച്ചിട്ട് കോൺഗ്രസ് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണോ വേണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കോടതി തീരുമാനം വന്നിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മത്സരിപ്പിക്കാൻ സാധ്യതയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, DYFI സുഹൃത്ത് സംസാരിച്ചപ്പോൾ അവരുടെ പാർട്ടി അങ്ങനെ ഒരു നിരീക്ഷണമല്ല ശ്രീകുമാർ വേണ്ടത്. അങ്ങയുടെ നിരീക്ഷണം ശരിയായിരിക്കാം, ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അത് പറയണമെന്നേ. ഇനി ഇയാൾ മത്സരിക്കില്ല എന്ന് പറയണം. അങ്ങനെ പറയുമോ? തെറ്റുകാരനാണ് എന്ന് തോന്നിയാലല്ലേ സ്മൃതി പറയാൻ പറ്റുള്ളൂ. തെറ്റുകാരനാണെന്ന് വിധിക്കേണ്ടത് CPMോ അല്ലെങ്കിൽ കോൺഗ്രസിലെ ആരെങ്കിലുമോ അല്ലെങ്കിൽ BJPയോ അല്ലെങ്കിൽ നമ്മളോ അല്ല, അത് കോടതിയാണ്. കാരണം നിയമ സംവിധാനം എന്തിനാണ് നമ്മുടെ നാട്ടിലുള്ളത്? എല്ലാവരും എന്തിനാണ് നിയമത്തെ തേടി പോകുന്നത്? സാങ്കേതികത്വം പറയാം. അതല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീകുമാർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വഞ്ചിച്ചത് കേവലം ഈ പെൺകുട്ടികളെ മാത്രമാണോ? കേവലം പാലക്കാട്ടെ ജനതയെ മാത്രമാണോ? നമ്മളെ ഓരോരുത്തരെയും അല്ലേ? എത്ര വിശദമായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ എതിരാളികളെ തോൽപ്പിക്കാൻ വിഷയങ്ങളിൽ സംസാരിച്ചിരുന്നത്?
നമ്മുടെയൊക്കെ ചർച്ചകളിൽ വന്നിരുന്ന എത്രത്തോളം ധാർമ്മികത പ്രസംഗിക്കുമായിരുന്നു അദ്ദേഹം. അപ്പോൾ രാഷ്ട്രീയ വഞ്ചന ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം വേണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊന്നും തൻ്റെ മെസ്സേജ് അല്ല, ഇതൊന്നും തൻ്റെ ചാറ്റല്ല എന്നിതുവരെ പറഞ്ഞിട്ടില്ല. പോയി കേസ് കൊടുക്കൂ എന്നല്ലേ പറഞ്ഞത്? അവരോട് പറഞ്ഞത് കേസ് കൊടുക്കാനാണ്. അപ്പോൾ അത് വെല്ലുവിളിയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. നമ്മളോട് പ്രതികരിക്കുമ്പോഴും ഇതൊന്നും തൻ്റെ ചാറ്റല്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ അയാൾക്ക് കഴിയുകയുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ ശൈലിയിൽ പറഞ്ഞതിനോട് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അത് അയാളുടെ ശൈലി. ഞാൻ സംഘടനാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അയാൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയിൽ നിന്നും അയാളെ ഒഴിവാക്കി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും AICC തീരുമാനപ്രകാരം അദ്ദേഹം രാജിവെച്ചു. അത് ഞാൻ പറഞ്ഞു. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. വ്യക്തി അയാളുടെ നിയമപരമായിട്ട് അയാൾക്കെതിരെ വന്ന ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടട്ടെ. കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ അതിനെ സഹായിക്കാൻ പോകുന്നത്. സ്വന്തം നേരിടണം. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം നേരിടണം. അതിന് നമ്മുടെ നാട്ടിൽ സംവിധാനം ഉള്ളത് സംസാരിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവും. അത് എൻ്റെ കുറ്റമല്ല, അത് നമ്മുടെ നാട്ടിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് വലിയ കാര്യമല്ലെന്ന് യുവമോർച്ച സുഹൃത്ത് പറഞ്ഞു. എൻ്റെ സുഹൃത്തെ, ഒരു സംഘടനയ്ക്ക് ഒരു സംവിധാനമില്ലേ? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒരാളിനെ രാജിവെപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? യൂത്ത് കോൺഗ്രസ്സിൽ അത് വലിയ കാര്യമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. അയാളോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു, രാജിവെച്ചു. അത് സംഘടനാ സംവിധാനത്തെക്കുറിച്ച് യുവമോർച്ച നേതാവിന് അറിയില്ലേ? അത് ആ സംഘടനയ്ക്ക് അത് ബാധകമാവുള്ളൂ, ജനങ്ങൾക്ക് ബാധകമാവില്ല. ആ സംഘടനയ്ക്ക് പ്രസിഡന്റായിട്ടിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് കരുതിയുകൊണ്ടാണ് മാറ്റി നിർത്തിയത്. ഇത് മനസ്സിലാക്കൂ. ആദ്യം നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യവും വിമർശിക്കുമ്പോൾ ഇതും കൂടെ മനസ്സിലാക്കൂ. പിന്നെ അഭിഭാഷക പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞേട്ടെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, അല്ല ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ശരി, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞിട്ട് മതി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്? ഇത് പൊതു ചർച്ചയായി. കോൺഗ്രസിന് പരാതി കിട്ടിയിട്ടില്ല, പൊതു ചർച്ചയാക്കി, മാധ്യമങ്ങൾ ചർച്ചയാക്കി. ആ ചർച്ചയെ ബഹുമാനിച്ചു കോൺഗ്രസ്. ഏത് പാർട്ടിയാണ് എങ്ങനെ ബഹുമാനിച്ചിട്ടുള്ളത്? കോടതി പറയട്ടെ എന്നല്ല ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ CPM കുറിച്ച് പറയാനുണ്ട്. ഒറ്റ കാര്യം ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. സ്വപ്ന സുരേഷിൻ്റെ പറഞ്ഞ വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമത്തിലുണ്ട്, എടുത്ത് നോക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു കാര്യം, അഭിഭാഷക പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകളെക്കുറിച്ച് പറയുന്നതും അതുപോലെ തന്നെ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ഓരോ പാർട്ടിയും എടുത്ത നയങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. CPM ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് ഹർകിഷൻ ഇരിക്കുമ്പോൾ എടുത്തൊരു തീരുമാനമാണ് സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന്. അതിനുശേഷമല്ലേ ഒരുപാട് പരാതികൾ ആ പാർട്ടിക്കുള്ളിൽ വന്നത്. അത് ഞാനതിലേക്ക് കൂട്ടിക്കുഴയ്ക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിലത്തെ രാഷ്ട്രീയം മാറും. ഇതിലത്തെ ഇപ്പോൾ രാഷ്ട്രീയം എന്താ? സ്മൃതി ചോദിച്ച രാഷ്ട്രീയമാണ്. അഭിഭാഷക പറഞ്ഞ എന്താണ്? അതിൻ്റെ ഒരു നിയമമല്ലേ? അഭിഭാഷകയോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്. ആ നിയമത്തിന്റെ വഴിയിൽ ആ കുട്ടികൾ പോട്ടെ. അവരെ ആരും കോൺഗ്രസ് ശ്രീകുമാർ, ആ നിയമത്തിന്റെ വഴിയിൽ പോകാൻ ആ പെൺകുട്ടികൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് അവരെ കൂടെ നിൽക്കുമോ കോൺഗ്രസ്? തീർച്ചയായിട്ടും അതല്ല ഇന്നലെ VD സതീശൻ പറഞ്ഞത്. അത് കേട്ടില്ലേ സ്മൃതി? ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ചെയ്യാവുന്നത് ചെയ്തു. ആ യുവതിയും ആ നടിയും അത് അംഗീകരിച്ചല്ലോ. ഞാൻ പറഞ്ഞു ഇത് കോൺഗ്രസിൽ അവർ ചെല്ലട്ടെ. കോൺഗ്രസിൽ അവർക്ക് പരാതി കിട്ടിയിട്ടില്ലെന്ന് നേതൃത്വം പറയുന്നുണ്ട്. ഞാൻ അതിലപ്പുറമുള്ള കാര്യങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് അറിയോ, ഞാൻ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ നാട്ടിലെ സ്ത്രീകളും ഈ നാട്ടിലെ കുട്ടികളോടുള്ള കോൺഗ്രസിന്റെ സമീപനം എക്കാലത്തും സുവ്യക്തമാണ്. ഇവിടെ ആ അഭിഭാഷക പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവർ നിയമപക്ഷവും പറഞ്ഞു, അവർ സ്ത്രീപക്ഷം എന്ന രീതിയിലും പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇതിൽ നമ്മുടെ നാട്ടിൽ സംവിധാനമില്ലേ സുഹൃത്തെ? ആ സംവിധാനത്തിൽ കൂടെ അല്ലേ പോകാൻ പറ്റുള്ളൂ. ആ സംവിധാനത്തിലൂടെ പോകാൻ നിങ്ങൾ സഹായിക്കുവരെ. സംവിധാനത്തിന്റെ വേഗം നമുക്കറിയാം, സംവിധാനത്തിന്റെ വേഗം എത്രയാണെന്ന് നമുക്കറിയാം. ശ്രീകുമാർ, അതിന്റെ ഒരു പ്രശ്നം കൂടി ഷാനുഭ വേഗം പറഞ്ഞ ശേഷം ഒരു ഇടവേളയിലേക്ക് പോകണം. ഒരു വരിയാണെങ്കിൽ വേഗം പറഞ്ഞ. അതായത് ഇപ്പോൾ ഇതിൽ വളരെ പുച്ഛത്തോടെ രാഹുൽ പറഞ്ഞൊരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പരാതി ഇല്ലല്ലോ എന്ന്. ശരിക്കും ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്ന നിലയിൽ പറയേണ്ടത്, ഒരാളെങ്കിലും പരാതി നൽകൂ, ഞാൻ ആ പരാതിയെ ഫേസ് ചെയ്യാം, ഞാൻ തെറ്റിയതില്ലെന്ന് ഞാൻ തെളിയിക്കാം, എനിക്ക് കോടതിക്ക് മുന്നിൽ ഇത് തെളിയിച്ചേ പറ്റൂ എന്നാണ്. അല്ലാതെ പരാതി ഇല്ലല്ലോ എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ്. ഇതാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ള കാര്യം. അതെ, ധാർഷ്ട്യമാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. KC റിയാസുദ്ദീൻ, സമയം വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ രാജിവരെ സമരം എന്നതാണോ DYFയുടെ തീരുമാനം?
ഒരു സംശയമില്ല, രാജിവര സമരം തന്നെ എന്ന തീരുമാനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പാലക്കാട്ടെ MLA എന്ന നിലയ്ക്ക് ഒരു പൊതുപരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. വിഷയം പൈങ്കിളിയാകുമ്പോൾ സുഹൃത്തെ, നമുക്കിവിടെ പഹൽഗാമിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ? എന്താ പൊന്നൂസെ മോളെ ജാടയാണെന്ന് ചോദിച്ച മെസ്സേജ് അയക്കുന്ന വിഷയം ആ വിഷയത്തിൽ പൈങ്കിളിയാണ്. അങ്ങേയറ്റം പൈങ്കിളിക്കും അപ്പുറത്തെ പുറത്ത് പറയാൻ പറ്റാത്ത വിഷയങ്ങളാണ്. അദ്ദേഹം ഭയങ്കര വിഷയങ്ങളല്ല, ശൃംഗാരമല്ല ഇതിലെ വിഷയം. അടിസ്ഥാനപരമായ വിഷയം അയാളുടെ ശൃംഗാരത്തരമല്ല, അതല്ല വിഷയം. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിലെ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറഞ്ഞാൽ അതിൽ നിന്ന് പോയി പൈങ്കിളിയാക്കി ചുരുക്കാനല്ല ഞാൻ പറഞ്ഞത്. അതല്ല വിഷയം, അതീവ ഗൗരവതരമാണ്. ഇവിടെ പറഞ്ഞു പരാതി ഉണ്ടോ എന്ന്. ഒന്ന്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം എറണാകുളത്ത് ഒരു അഭിഭാഷകൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരിട്ട് തന്നെ കേസെടുക്കാൻ കഴിയുന്നതാണ്. അത് മനുഷ്യഹത്യയാണ്. ആ വിഷയത്തിൽ കേസെടുക്കാൻ കഴിയുന്നതാണ്. ശരി, ഈ കൺസെന്റോട് കൂടി തന്നെ എത്രത്തോളം മുന്നോട്ട് പോകുന്നതും പ്രധാനമാണ്. അവരുടെ നിലപാടിനൊപ്പം അവർ അതിനുള്ള ധൈര്യം കാണിക്കട്ടെ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി N. ശ്രീകുമാർ, KC റിയാസുദ്ദീൻ, B. മനു പ്രസാദ്, അഡ്വക്കേറ്റ് ഷാനിബ അലി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.